ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. ഇതിങ്ങനെ വെറുതെ ഒരു സാറ്റർഡേ അല്ല കേട്ടോ. ഇറ്റ്സ് ജാനോസ് ബർത്ത്ഡേ ടുഡേ. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ജനനി എന്ന് വരുന്ന കമൻറ്റിനൊക്കെ ഞാൻ ജാൻ ലവ് സിമ്പിൾ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ജനനി ഈസ് മൈ ഫ്രണ്ട്. ഞങ്ങൾ മൊത്തം 8 പേരുണ്ട്. വി വെ ബാക്ക് ബെഞ്ചേഴ്സ്. ഞാൻ, ആൻസി, ലിഡ, ജാനു, ആശ, അനില, രേഷ്മ, അഞ്ജലി. കൊല്ലം ഫാത്തിമ മദർ ഓട്ടോണമസ് കോളേജിൽ 2010-13 ബാച്ചാണ് ഞങ്ങൾ. ക്ലാസ് കട്ട് ചെയ്തതിന് ഞങ്ങൾ എപ്പോഴും പൊക്കുമായിരുന്നു കേട്ടോ. ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ 8 പേരും കൂടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാക്കി എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. പക്ഷേ ഞങ്ങളങ്ങനെ സപ്ലി ഒന്നും അടിക്കാറില്ല കേട്ടോ. തലേന്നൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് ഞങ്ങളൊക്കെ അങ്ങ് ജയിക്കും. ഇപ്പോൾ ഈ 8 പേരുടെ ടീമിൽ ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു സർക്കാർ ജോലിക്കാരിയും പിന്നെ ബാക്കി ഞാനും കുറച്ച് ടീച്ചേഴ്സും ഒക്കെയുണ്ട്. 10 വർഷമായിട്ട് വലിയ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ ഈ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ദ ബേ ഗേൾസ് എന്നാണ് കേട്ടോ. 8 പേരുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും 2 ടീംസ് ഉടക്കിയാലും ബാക്കി 6 പേരും കൂടെ നിന്ന് അതങ്ങ് ഒത്തുതീർപ്പാക്കും. വലിയ പിണക്കങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വി വെ ബ്ലെസ്ഡ് വിത്ത് സം ഗുഡ് ടീച്ചേഴ്സ്. സുപ്രിയ മാം ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. രാധിക മാം, സോഫി മിസ്സ്, ക്ലെയർ മിസ്സ്, ഇപ്പോഴത്തെ പ്രിൻസിപ്പളായിട്ടുള്ള സിന്ധ്യ മിസ്സ്, മലയാളം പഠിപ്പിക്കാൻ ഷെല്ലി സാറ്, പിന്നെ പാർവതി മിസ്സ്, രാധിക മാം, നോയൽ സാറ് മരിച്ചുപോയി കേട്ടോ. ഇപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം അത്. ഞങ്ങൾ ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ നേരെ ക്യാൻറ്റീനിലോട്ട് വെച്ച് പിടിക്കും. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ വാങ്ങിച്ച് അവിടെ അങ്ങ് ഇരിക്കും. സാറ് മിക്കപ്പോഴും ഞങ്ങളെ അവിടെ നിന്ന് പൊക്കും. വിശന്നിട്ടാ സാറേ കഴിക്കാനാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഫുള്ള് ഉഡായിപ്പാണല്ലോ എന്നൊക്കെ ഞങ്ങളുടെ തന്ന് പറയാറുണ്ടായിരുന്നു സാറ്. പിന്നെ ഞങ്ങളുടെ ക്രിസ്റ്റി സാറ്, മഴയത്ത് മുൻപേലെ ഞങ്ങളുടെ മമ്മൂട്ടി. ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ക്ലാസ് ശ്രദ്ധിക്കുന്നതിനേക്കാളും നമ്മൾ സാറിനെ നോക്കിയിരുന്നു പോവും. ഒരു ആർമി ഓഫീസറൊക്കെ നമ്മുടെ മുന്നിൽ കൂടെ നടന്നു പോകുന്നതാണ് കാണും സാറ് നമ്മുടെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ. സോഫി മിസ്സും സുപ്രിയ മിസ്സും ഒക്കെ ക്ലാസ് എടുത്താൽ പിന്നെ നമുക്കത് വീട്ടിൽ ഇരുന്നൊന്ന് വായിക്കുക പോലും വേണ്ട. നമ്മളിങ്ങനെ ആ നോവലൊക്കെ മുന്നിൽ കൂടെ കാണുന്ന പോലെ ഇരിക്കും. നിങ്ങളിൽ ചിലരെങ്കിലും എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് കമൻറ്റ് ഇടുമല്ലോ. ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും മധുരമായിട്ടുള്ള സൗണ്ട് ഉള്ളത് ഞങ്ങളുടെ രാധിക മിസ്സിനാണ്. മിസ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിലും ഭംഗിയായിട്ട് നമുക്കൊരു സൗണ്ടിൽ ഒരു നറേഷനും കേൾക്കാൻ പറ്റില്ല. പിന്നെ ഒരു പാവം മനോജ് സാറും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറകിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സാറ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് സാറിന് ഉറപ്പാണ്. ഞാൻ കിങ്സ് സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ സാറിൻ്റെ മോൻ അവിടെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. സാറ് PTA മീറ്റിങ്ങിന് വന്നപ്പോൾ ചോദിച്ചു ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന്. സാർ നന്നായിട്ടങ്ങ് ചിരിച്ചു. അങ്ങനെയൊന്നും ഞങ്ങളെയൊന്നും മറക്കത്തില്ല ആരും. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സുപ്രിയ മാമും ഞങ്ങൾ ഇടയ്ക്കൊക്കെ പൊക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ പോകും. ചില സമയത്ത് ട്രെയിനിൽ കയറാൻ തോന്നുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുനലൂർക്ക് പോകും. അവിടെയാണ് അഞ്ജലിയുടെ വീട്. അങ്ങനെ പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചെന്ന് വീണത് സുപ്രിയ മിസ്സിൻ്റെ മുമ്പിലാണ്. മിസ്സ് ചോദിച്ചു എവിടെ പോയിരുന്നു എന്നൊക്കെ. എന്തൊക്കെയോ കള്ള വന്ന് തട്ടി വിട്ടു. ചിന്നുവിൻ്റെ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞെന്നും കുഞ്ഞിനെ കാണാൻ പോയതാണ്, വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത്, ലഞ്ച് കൊണ്ടുവന്നതാ, അങ്ങനെയൊക്കെ. അതിനാണ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആരും ഞങ്ങളെ അങ്ങനെ ഒത്തിരി വഴക്ക് പറയോ ഹേർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്കൂളിനെ പറ്റി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു അനുഭവം ആ കോളേജിൽ നിന്ന് ഇതുവരെ ഇല്ല. പിന്നെ ജാനുവിൻ്റെ ഫേവറേറ്റ് ബെറിൽ മിസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ലോറൻസീന ബെറിൽ നേവിസ് എന്നാണ് ഫുൾ നെയിം. അതൊരു വെറൈറ്റി പേരായതുകൊണ്ട് തന്നെ അതങ്ങനെ പെട്ടെന്ന് മറന്നും പോകത്തില്ല. +2 കഴിഞ്ഞ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് SN മെൻസ് കോളേജിലും SN വുമൻസ് കോളേജിലും പിന്നെ ഫാത്തിമയിലേക്കുമാണ് പോയത്. ഫാത്തിമയിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം തീരുമാനിച്ചു പഠിക്കുന്നെങ്കിൽ ഈ കോളേജിലേ പഠിക്കത്തുള്ളൂ എന്ന്. അത്രയ്ക്കൊരു ആംബിയൻസ് ആണ് ആ കോളേജിന്. നിങ്ങളിൽ പലരും അവിടെ പഠിച്ചവരുണ്ടാവാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കമ്പയർഡ് ടു ദ അതർ കോളേജസ് മെമ്മറീസൊക്കെ എല്ലായിടത്തും ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ നമ്മുടെ കാഴ്ച കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു കോളേജ് ഉണ്ടെങ്കിൽ അത് ഫാത്തിമയാണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരിക്കുന്ന കുറേ മെമ്മറീസിൻ്റെ കൂട്ടത്തിൽ രാധിക മാമിൻ്റെ ഒരു ക്ലാസ്സിൽ അനിലയും ജാനുവും ഇരുന്ന് എന്തോ കാര്യമായിട്ട് വർത്തമാനം പറയുമായിരുന്നു കേട്ടോ. മാം നല്ല ദേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിക്കണം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ജാനു അപ്പോഴേ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന്. അങ്ങനെ 2 പേരെയും ക്ലാസ്സിനെ പുറത്താക്കി. പുറത്തായ അനിലെ ചോദിച്ചു നിനക്കിപ്പോൾ എന്താ പറയാനുള്ളതെന്ന്. എനിക്കൊന്നും പറയാനില്ല. പക്ഷെ മിസ്സ് ചോദിക്കുമ്പോൾ നമ്മൾ കള്ളം പറയാൻ പാടില്ലല്ലോ, പറയാനുള്ളത് കൊണ്ടാണല്ലോ ഞാനിന്ന് ഈ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ജാനു വാസ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സൺ കേട്ടോ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ജാനുവിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ജാനുവിനെ അറിയാം. ഷീ ഈസ് വെരി കട്ട് ആൻഡ് റൈറ്റ്. പിന്നീട് ഒരു തവണ നമുക്കവിടെ ഫോൺ യൂസ് ചെയ്തുകൂടാ കേട്ടോ. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു.
അപ്പോൾ ഫോൺ ചെക്കിംഗ് ഒക്കെ ഇടയ്ക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ മുങ്ങും. അടുത്തുള്ള ബേക്കറിയിൽ പോയാൽ 30 രൂപയ്ക്ക് ചായയും കട്ട്ലറ്റും ഒക്കെ കിട്ടും. ഒരു ദിവസം ക്ലാസ്സിലിരുന്നപ്പോൾ പഴയ ഫോണല്ലേ, നമ്മുടെ പഴയ നോക്കിയ ഫോൺ, എന്തോ കൈമറ്റോ തട്ടിയിട്ട് ജാനുവിൻ്റെ ഫോണിൽ നിന്ന് പാട്ട് പ്ലേ ആയി. അതും ശിശിരകാലമാണെന്ന് തോന്നുന്നു പ്ലേ ആയത്, ദേവരാഗത്തിലെ. സാറത് കേട്ടിട്ട് അനങ്ങാതെ നിന്നു കേട്ടോ. അങ്ങനെ വഴക്കൊന്നും പറഞ്ഞില്ല. ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് ഫോൺ ചെക്കിങ്ങിന് വരുമ്പോൾ അന്ന് അനു സ്കൂട്ടിയിലാണ് വരിക. ഞങ്ങളുടെയൊക്കെ ഫോൺ അനുവിൻ്റെ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടിടും. അവിടുന്ന് അത് പിടിക്കത്തുമില്ല. അങ്ങനെ ഒരുപാട് ചിരിയും ഓർമ്മയും പിന്നെ കുറേ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ജൂനിയേഴ്സൊക്കെ ആയിട്ട്. ഞാനൊക്കെ ഒരാളെ കസര എടുത്തടിക്കാനൊക്കെ കസര പൊക്കിയിട്ടുണ്ട്. വളരെ പേഴ്സണലായൊരു കാര്യം പറഞ്ഞ് എന്നെ ഹേർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരത്തി അത് പോയി എന്നെ റാഗ് ചെയ്യാൻ അവർ വന്നതാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു. എന്നെ വിളിപ്പിച്ച് ഞാൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിട്ടു ഓഫീസിൽ നിന്ന് കേട്ടോ. അതിപ്പോൾ പക്ഷേ ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അതെൻ്റെ മാത്രം ഒരു സ്റ്റോറിയല്ല. വിത്തൗട്ട് പെർമിഷൻ ഞാനത് ചെയ്യുന്നതും ശരിയല്ല. ക്ലാസ്സിലെ എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സിനും ഞങ്ങൾ കോപ്പി അടിച്ച് ജയിക്കും കേട്ടോ. ഇത് സ്റ്റാഫ് റൂമിലൊക്കെ ഒരു ടോക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആരും തോക്കില്ല, ഞങ്ങൾ കോപ്പി അടിക്കും. ബുക്കിൽ നിന്നൊക്കെ നോട്ട്സ് കീറി പേപ്പറിൻ്റെ അടിയിലൊക്കെ വെച്ച്, പിന്നെ ഫോട്ടോ കോപ്പി എടുക്കുന്നതല്ലേ, ചെറുതായിട്ട് പ്രിൻ്റൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുമൊക്കെ കോപ്പി അടിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാംസിനൊന്നും ഞങ്ങൾ ഈ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് തന്നെയാണ് ജയിക്കുന്നത്. അപ്പോൾ ഇന്ന് ജാനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് നാളായിട്ട് ഗ്രൂപ്പിൽ പറയുന്നുണ്ട് നമുക്ക് മീറ്റ് ചെയ്യാം, മീറ്റ് ചെയ്യുമ്പോൾ ലഞ്ച് കൊണ്ടുവന്നിട്ട് മുമ്പഴത്തെ പോലെ എല്ലാവർക്കും കൂട്ടിരുന്ന് കഴിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് 8 പേർക്കും ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. എന്നാലും ബർത്ത്ഡേസ് ഞങ്ങളങ്ങനെ മിസ് ഔട്ട് ചെയ്യാറില്ല. ഞാനും മെമ്പറും ആൻസീനെയാണ് കേട്ടോ അങ്ങനെ വിളിക്കുന്നത്. ലിഡയും അനിലയും പോകുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞങ്ങളുടെ കുറേ ഡാൻസൊക്കെ ഉണ്ട് ഈ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സാധാരണ ഇത് ഏതെങ്കിലും വീടുകളിലായിരിക്കും, അപ്പോൾ വിത്ത് കിഡ്സും ആയിരിക്കും. എന്തെങ്കിലും ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ കുട്ടികളെല്ലാം കൊണ്ടുപോകും. പക്ഷേ അല്ലാതെയുള്ള ഇങ്ങനെയുള്ള മീറ്റപ്പിന് കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകാറില്ല. ബിക്കോസ് നമ്മളൊന്ന് ആലോചിച്ചാൽ വർഷത്തിൽ ബാക്കി അല്ല ഈ 365 ദിവസവും നമ്മൾ പുറത്തോട്ടെങ്ങും ഇറങ്ങുന്നില്ല എങ്കിൽ നമ്മൾ ആരുടെയൊക്കെയോ മകളും ആരുടെയോ വൈഫും ആരുടെയോ അമ്മയും ഒക്കെയാണ്. ഇടയ്ക്കെങ്കിലും നമ്മൾ മാത്രമാവണം. പണ്ട് കോളേജിൽ ക്വാഡ്രാങ്കിളിൽ ഇരുന്ന് ലഞ്ച് കഴിച്ച പോലെ ഇരുന്ന് ലഞ്ച് കഴിക്കാനായിട്ട് എല്ലാവരും ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരണമെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നോൺ വെജ് ഒന്നുമില്ല. എൻ്റെ കറികളൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇവിടെ ഒന്നും കാണില്ല. പിന്നെ ആകെക്കൂടെ ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ അമ്മ ഏതോ കോർണറിന്ന് കണ്ടുപിടിച്ച് 2-3 പീസ് മീൻ ഇരിപ്പുണ്ടായിരുന്നു. ലില്ലിയംച്ചി എപ്പോഴോ തന്ന കുറച്ച് മീൻ. അതൊരു കറിക്കായിട്ടൊന്നും തികയില്ല. പിന്നെ അത് പൊരിക്കാമെന്ന് കരുതി ഒരു ചമ്മന്തി അരച്ചു. കുറച്ച് അവിയലുണ്ടാക്കാനായിട്ട് പച്ചക്കറി ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് അമ്മേനെ കൊണ്ട് രാവിലെ ഞാൻ ഒരു ലോഡ് തേങ്ങ തിരികിച്ചായിരുന്നു. അതൊന്ന് കുറച്ച് തേങ്ങയും ഇത്തിരി ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ലേശം വെള്ളം ഒഴിച്ച് ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതാ പച്ചക്കറിയിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അവിയലിനുള്ള പച്ചക്കറികൾ അരിഞ്ഞ് വേഗം വെക്കുമ്പോൾ അത് ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് പുരട്ടി വെക്കുകയാണെങ്കിൽ പച്ചക്കറികൾ തമ്മിലൊട്ടി കുഴയാതെ കിട്ടും കേട്ടോ. ഇത് പിന്നെ മോരിനുള്ള അരപ്പാണ്. തേങ്ങയും ജീരകവും ഒരിത്തിരി ഇഞ്ചിയും, എനിക്കിവിടെ ചുവന്നുള്ളി കഴിഞ്ഞു കേട്ടോ. സവാളയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സവാളയാണ് ഇതിലും ചേർത്ത് കൊടുക്കുന്നത്. വലിയ പച്ചമുളകാണെങ്കിൽ അതിൻ്റെ പകുതിയും, ചെറുതാണെങ്കിൽ ഒരെണ്ണവും, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ തൈരും കൂടെ ചേർത്തൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. മോരും രസവും ഒക്കെ ഞാൻ ഈ കലത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി അത് ഈ കലത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കത്തതേ ഉള്ളൂ. മോര് തിളപ്പിക്കാറില്ല. തിളപ്പിച്ചാൽ തേങ്ങയും ആ തൈരിൻ്റെ ഇതും ഒക്കെ ഇങ്ങനെ വേർപിരിഞ്ഞ് വരും. ഞാനിന്നപ്പോൾ ഒരു പൊതിച്ചോറ് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചോറും ചമ്മന്തിയും അവിയലും അച്ചാറും മീൻ വറുത്തതും കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉള്ളിമുളക് ഇട്ടതിരിപ്പുണ്ട്, അതും കൂടെ കൊണ്ടുപോകാം. സ്പെഷ്യലായിട്ട് അതൊരെണ്ണം മാത്രമേ ഇന്നിപ്പോൾ എടുക്കാനുള്ളൂ. അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പിള്ളേരുമായിട്ട്. അമ്മയ്ക്ക് അവിടെ പോയിരിക്കാൻ എന്തോ ഒരു പ്രത്യേക താല്പര്യം. ഇല്ല, സ്ഥിരം കാണുന്ന നെയ്ബേഴ്സും പിന്നെ എനിക്ക് എൻ്റെ അടുക്കള വിട്ട് നിന്നാൽ എന്തോ പോലെയാണ്. അടുക്കള എന്നല്ല, നമ്മുടെ വീടും. അമ്മയ്ക്കും അതുപോലെ ആയിരിക്കും. അപ്പോൾ അവർക്കുള്ള ലഞ്ചും പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. അരനുള്ളത് മാത്രം ഇവിടെ വെച്ചിരുന്നാൽ മതി. ചമ്മന്തി അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു പച്ചമുളകും, ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സവാളയും ഇത്തിരി പുളിയും, പിന്നെ ഞാൻ ഒരുപാട് കറിവേപ്പില ആഡ് ചെയ്യും കേട്ടോ. ലേശം ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് തേങ്ങ ഇതിൽ ഉണക്ക തേങ്ങയാണ് കേട്ടോ. തിരികിപ്പോൾ ഇങ്ങനെ ഇളകി പോരുന്നു. അതൊന്ന് മയപ്പെടുത്താനായിട്ട് 2-3 തുള്ളി വെള്ളവും കൂടെ ഞാനിതിൽ ഒഴിച്ചരയ്ക്കും കേട്ടോ. അപ്പോൾ നല്ല പച്ച തേങ്ങയിൽ അരച്ച ചമ്മന്തി പോലെ ഇരിക്കും അത്. അങ്ങനെ ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള ജാറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മീൻ വറുക്കാനിട്ടിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ആകെയുള്ള 4-5 പീസ് മീൻ ഞാൻ വറുത്തെടുക്കുകയാണ്. പിള്ളേർക്കും അമ്മയ്ക്കുമായിട്ട് ഞാൻ മുട്ടയാണ് കേട്ടോ പൊരിച്ച് കൊടുക്കാൻ പോകുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു, മീനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്നതും കറി വയ്ക്കുന്നതും ഒക്കെ. അതൊന്നും എപ്പോഴും കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ ഗ്യാപ്പിന് അമ്മേനെ കൊണ്ട് ചമ്മന്തിയും ഞാൻ അരപ്പിച്ചങ്ങെടുത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ചോറെടുത്താൽ മതി.
അവിയൽ ഞാൻ താളിക്കാറില്ല കേട്ടോ. അതിന് മീതെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് എടുക്കാറാണ് പതിവ്. മോര് താളിച്ചിടും. ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ഞങ്ങൾക്കൊന്ന് കൂടണം എന്നതിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കി എല്ലാവരും കൂടെ കച്ചയും കെട്ടി ഇറങ്ങും. ഇതുപോലെ ഒരു ദിവസം കോളേജിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാവിയോനെയും മരിയനെയൊക്കെ കാണാൻ തോന്നുന്നു എന്ന്. കോളേജിൽ പോയ സമയത്ത് അവിടെ നിന്ന് ചാടി നേരെ സ്റ്റേഷനിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിനിൽ കയറി അങ്ങ് ആലപ്പുഴ ചെന്നു അനുചേച്ചിയുടെ വീട്ടിൽ. അവിടെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ചുള്ള വണ്ടിക്കൂലി അനുചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ സാവിയോനെയും കൊണ്ടാണ് തിരിച്ചു വന്നത്. സാവിയോച്ചൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അന്ന് അവന് 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നെ കണ്ടാൽ ഇങ്ങ് പോരും, എൻ്റെ കൂടെ നിന്നോളും. അങ്ങനെ തിരിച്ചൊരു KSRTC ബസ്സിൽ കയറിയപ്പോൾ ഉറങ്ങിക്കിടന്ന സാവിയോനെ ഞങ്ങൾ 2 പേരായിട്ട് മടിയിൽ വെച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കുറിക്കാൻ അനുചേച്ചി തന്ന ചിപ്സ് അവൻ്റെ നെഞ്ചത്ത് വെച്ച് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ വന്ന കണ്ടക്ടർ ഞങ്ങളെ നോക്കിയ നോട്ടം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയ്ക്കും നിലൂനും കുക്കൂനും വേണ്ടിയിട്ടുള്ള ചോറാട്ടോ ഇത്. അതൊക്കെ കൂടെ ഒരു വലിയ ഡിഷിലെടുത്തിട്ട് ഒരു കുപ്പി തപ്പിപ്പിടിച്ചെടുത്ത് അതിൽ മോരൊഴിച്ചു കൊടുത്തു. നിലൂനും കുക്കൂനും മോരും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറ് കൊടുക്കാം അമ്മയ്ക്ക്. അനുചേച്ചിയുടെ ഏറ്റവും ഇളയ ബ്രദറാട്ടോ അച്ചുചേട്ടാ. ഞാൻ അക്കുസേട്ടാന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ കാര്യത്തിലൊക്കെ. അങ്ങനെ അങ്ങ് വിട്ടു തരില്ല ഒന്നും. മരിയമോളെ ഞാൻ ആ ദിവസം കോളേജിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, മായാമോഹിനിക്ക്. അങ്ങനെ സിനിമയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചവൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും അവളെ പറഞ്ഞു പഠിപ്പിച്ചു, വീട്ടിൽ വരുമ്പോൾ പറയരുത് നമ്മൾ കോളേജിലായിരുന്നു എന്ന് തന്നെ പറയണമെന്ന്. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞു, നീ അച്ചുവങ്കാടുത്ത് മാത്രം പറയല്ലേ, വേറെ ആരോട് വേണേലും പറഞ്ഞു എന്ന്. അന്ന് അവൾ 3rd മറ്റോ ആണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൾ ഓടി അകത്ത് കയറിയത് തന്നെ അച്ചുവങ്ക ഞങ്ങളൊരു സിനിമ കാണാൻ പോയി, ദിലീപ് പെണ്ണായ സിനിമ കാണാൻ പോയി എന്നും പറഞ്ഞിട്ട്. അന്ന് അച്ചുചേട്ടൻ അങ്ങനെ വലിയ വഴക്കൊന്നും തന്നെ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ എന്നാലും അറിയാതിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതൊക്കെ കറക്റ്റായിട്ട് അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് ഒരിക്കലും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം ശംഖുമുഖം ബീച്ചിൽ പോകാൻ പ്ലാൻ ഇട്ടു. സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ട്രെയിനിന് ടിക്കറ്റ് ഒന്നുമില്ല. നോക്കിയപ്പോൾ ഒരു ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ അവിടെ കിടക്കുന്നു പ്ലാറ്റ്ഫോമിൽ. ഓടി അങ്ങ് കയറി TT പിടിച്ചു കേട്ടോ. 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഞങ്ങൾ അങ്ങനെ 1800 രൂപ ഫൈൻ അടച്ചു. ട്രെയിനിലിരുന്ന് രണ്ടവന്മാർ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്നു കേട്ടോ. നല്ലത് കൊടുത്തു അവന്മാർക്ക്, കാശ് ഉണ്ടായിട്ട് തന്നെയാടാ ഓടി കയറിയെന്നും പറഞ്ഞിട്ട്. അമ്മേനെയും കുക്കൂനെയും നിലുവിനെയും അലം വീട്ടിലോട്ട് കൊണ്ടാക്കിയായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഞാൻ റെഡിയായത്. അല്ലെ ഞാൻ റെഡിയാവുന്ന കണ്ടു കഴിഞ്ഞാൽ കുക്കുവും തുടങ്ങും നിലുവും തുടങ്ങും കൂടെ വരണമെന്നും പറഞ്ഞിട്ട്. ഈ മിററിൽ എനിക്ക് എന്നെ ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ വീട്ടിൽ. അല്ലെ പിന്നെ മേലെ പോകണം. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ തീരദേശ റോഡ്. ഞാനും ലിഡയും കൂടെ കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ അഡ്വഞ്ചർ പാർക്കിലേക്ക് ചെന്നത്. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഇത് പല ഫോണിലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റിയുടെ പ്രശ്നമുള്ളത്. പിന്നെ ഇത് ഫ്രണ്ട് ക്യാമും ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജാനു മസാല ദോശയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ കുറേ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെയും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നവരെയൊക്കെ ട്രോളിയിട്ട് ഞങ്ങൾ നേരെ മൈതാനത്തേക്ക് പോയി. അവിടെ ഒരു 3D എക്സിബിഷൻ നടക്കുന്നുണ്ട്, സീ വേൾഡ്. അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ പെറ്റ്സിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെയിലിനുള്ളതാണോ എന്ന് ഞാൻ എവിടെയും കണ്ടില്ല, ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ, ഇതിനൊക്കെ ജീവനുണ്ട്. ആ ചെറുക്കൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒറിജിനൽ പാമ്പാണ് കേട്ടോ. പാമ്പിനെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ 50 രൂപയാണ് റേറ്റ്. പിന്നെ ഒരു ലൈൻ മുഴുവൻ അക്വേറിയമാണ്. നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട്. മുഴുവൻ ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 3D വേൾഡിലേക്ക് എത്തിയത്. ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് റേറ്റ് 100 രൂപയാണ്. നമ്മുടെ പ്രിയദർശിനി പ്ലാനറ്റോറിയം ട്രിവാൻഡ്രത്തിൽ 75 റുപ്പീസിന് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന അത്രയൊന്നും ഇതിനകത്തില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേരെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ അയ്യോ കൊണ്ടുവന്നാൽ മതിയെന്ന് നമുക്ക് തോന്നുമല്ലോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അപ്പുറത്തായിട്ട് ബജിയും ചായയൊക്കെ ഉണ്ട്. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് വീട്ടിൽ പോകാമെന്നാണ് പ്ലാൻ. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴേക്ക് പ്ലാൻ മാറി കേട്ടോ. മേള നടക്കുന്നുണ്ടായിരുന്നു. 10 രൂപ 20 രൂപ എന്ന് ബോർഡ്സ് വെച്ചിട്ട് എല്ലാ സാധനത്തിനും 60 രൂപയ്ക്ക് മേലെ റേറ്റ് ഉണ്ടായിരുന്നു. ഞാനും വാങ്ങി കേട്ടോ കുറേ കിച്ചൺ ഐറ്റംസ്. എവിടെ ചെന്നാലും എനിക്ക് കിച്ചണിലേക്ക് വാങ്ങാൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി നാളെ കാണാം.